ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. പാരഗൺ സ്റ്റൈൽ ഫിഷ് മാംഗോ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല കുറുകിയ ചാറോടെയുള്ള ഈ മീൻ കറി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് സവാള എടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി തന്നെ എടുക്കുക. 3 പച്ചമുളക് നടുവ് കീറി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, പിന്നെ 1 തേങ്ങയുടെ കട്ടിയുള്ള 1/4 പാല് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പുളിയുള്ള പച്ചമാങ്ങ 2 എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണിത്. പിന്നെ 1 കിലോ മീനും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് തരം മീനായാലും കുഴപ്പമില്ല. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കണം. അതേപോലെ തന്നെ വെളിച്ചെണ്ണയും യൂസ് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ പൊടിയല്ല, മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ആയിട്ട് നമ്മൾ നടുകീറി വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാള എടുക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയൊരു ടിപ്പുള്ളത്, ചെറിയ ഉള്ളി നന്നായി ബ്രൗൺ കളറായി വഴന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഈ കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിയെല്ലാം സൈഡിലോട്ടൊന്ന് നീക്കിയതിന് ശേഷം നടുവിൽ നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളകല്ല, സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ നമ്മൾക്ക് ആവശ്യമുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പം പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ചെറുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് കറിക്ക് കുറച്ചും കൂടെ ഒരു കൊഴുപ്പ് കിട്ടുക. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിനി മാങ്ങയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. മാങ്ങ അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വേറെ പുളിവെള്ളമൊന്നും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ പുളി തന്നെ മതിയായിരിക്കും. മാങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 കപ്പ് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഉപ്പെല്ലാം കറക്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾക്കിനി മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെന്തതിന് ശേഷം നമ്മൾക്ക് ഉപ്പ് നോക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. ഇനി നമ്മൾക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ സ്പൂൺ വെച്ച് ഇളക്കിയാൽ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി സ്പൂൺ വെച്ച് ഇളക്കരുത്, മീനെല്ലാം പൊടിഞ്ഞു പോവും. ആവോലി ആയതുകൊണ്ട് കുറച്ച് സമയം വേവിക്കേണ്ടി വരും. നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വയ്ക്കാം. ഇപ്പം തീ കൂട്ടി വെച്ചിട്ടാണ് മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീനെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടുക. ഇനി നമ്മളിത് സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം മീനെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് നല്ല കട്ടിയുള്ള 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. 1 തേങ്ങയുടെ മുഴുവനായിട്ടുള്ള പാലുണ്ട്. 1/4 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി പിന്നെ ഒരുപാട് നേരം തിളക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. മീനെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞതാണ്. ഇനി ഇതേപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും കറി ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലെല്ലാം പിരിഞ്ഞു പോവും. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂട് കാരണമാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തീയെല്ലാം ഓഫ് ചെയ്തു. ചട്ടിയിലായതുകൊണ്ട് ഇത് കുറച്ച് നേരം കൂടെ തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പാരഗൺ സ്റ്റൈൽ ഫിഷ് മാംഗോ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഏത് തരം മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ആവോലി എടുത്തുവെന്നേ ഉള്ളൂ. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. കാരണം നമ്മൾ കട്ടിയുള്ള 1.5 കപ്പ് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വേണം, എന്നാലാണ് ആവി വെള്ളം ഇതിനകത്തേക്ക് വീഴാതിരിക്കുക. ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്, കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ മീൻ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് എല്ലാം അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ആയിരിക്കും കിട്ടുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്